ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള നാടിൻ്റെ അമരക്കാരൻ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംവാദം ഉദ്ഘാടനം ചെയ്യാനായി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ പ്രസ്താവിച്ചതുപോലെ നവകേരള സദസ്സിൻ്റെ തുടർച്ചയായാണ് ഇത്തരമൊരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. നവകേരള സദസ്സ് രാജ്യത്തിനും ഒരുപക്ഷെ ലോകത്തിന് തന്നെയും ഒരു പുതുമയുള്ള പരിപാടിയായിരുന്നു. പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ സർക്കാർ ഒരു മന്ത്രിസഭയാകെ ജനങ്ങളുടെ അടുത്തെത്തി ജനങ്ങളുമായി സംവദിക്കലായിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടത് എല്ലായിടങ്ങളിലും ഒരിടത്തും മാറ്റമില്ല, വൻ സ്ത്രീ പങ്കാളിത്തമായിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമല്ല, മിക്കവാറും കേന്ദ്രങ്ങളിൽ സ്ത്രീകളായിരുന്നു കൂടുതലെന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി തന്നെ ഒരു പ്രഭാത സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. പ്രഭാത സദസ്സ് സമയം വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്ന ഒന്നായിരുന്നില്ല. എങ്കിലും അതിനിർണായകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, എങ്ങനെ നവകേരളം സാധ്യമാക്കണം എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം വലിയ തോതിൽ ഉയർന്നു വന്നു. ഇതിനകത്തും സമൂഹത്തിലെ എല്ലാ വിഭാഗവും ഉണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു ഈ നവകേരള സദസ്സ്. അങ്ങനെ വന്നപ്പോൾ നവകേരള സദസ്സിൻ്റെ വിജയകരമായ സമാപനത്തിന് ശേഷം ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വന്നു. വിവിധ വിഭാഗങ്ങൾ പലയിടങ്ങളിലായി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വിഭാഗങ്ങളെ പ്രത്യേകമായി സംസ്ഥാനത്ത് വിവിധ പരിപാടികളിലൂടെ കാണുകയും സംവദിക്കുകയും ചെയ്യുന്നത് നല്ലതല്ലേ? അത് പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരഭിപ്രായമായി. അങ്ങനെയാണ് 10 വേദികളിലായി വിവിധ വിഭാഗങ്ങളുടെ സംഗമങ്ങൾ നടക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടേതും കഴിഞ്ഞു. മഹിളാ സംഗമമാണ് ഇന്ന് നടക്കുന്നത്. മഹിളാ സംഗമം എവിടെയെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി കണ്ടത് വേദിയുടെ സൗകര്യം തന്നെയാണ്. എത്തിപ്പെടാനുള്ള സൗകര്യം എറണാകുളത്തിനൊരു മുൻതൂക്കമായി വന്നു. എന്നാൽ അതോടൊപ്പം തന്നെ
കിട്ടാവുന്നതിൽ നല്ലൊരു ഹാള് ഇവിടെ ഉണ്ട് എന്നതും ഇവിടെ ആവട്ടെ എന്ന് നിശ്ചയിക്കുന്നതിന് കാരണമായി. പക്ഷെ അപ്പോൾ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്ന്. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. കുറേ ആളുകൾ ഇരിപ്പിടം കിട്ടാതെ വരുന്നുണ്ട്. ഇപ്പോൾ എത്തിപ്പെടുന്ന സഹോദരിമാർക്ക് ഇരിപ്പിടം കിട്ടാത്ത അവസ്ഥ തന്നെ വരികയാണ്. അതിന് വേറൊന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെ സ്ഥലപരിമിതി കാരണമാണെന്ന് കണക്കാക്കി എല്ലാവരും സഹകരിക്കുക എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. ഈ സംഗമത്തിനൊരു പ്രത്യേകത, ഞങ്ങൾ കുറേ പേര് യോഗ നടപടിക്രമങ്ങളുടെ ഭാഗമായി വേദിയിലുണ്ടെങ്കിലും ഈ വേദിയിലുള്ളവരാണോ സദസ്സിലുള്ളവരാണോ പ്രാമുഖ്യമുള്ളവർ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. കാരണം അത്രമാത്രം പ്രധാനികൾ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അതും നമ്മുടെ ഒരു യോഗ നടപടിക്രമത്തിൻ്റെ ഭാഗമായി കാണുക എന്ന് മാത്രമേ ഉള്ളൂ. വല്ലാതെ ഒരു ജംബോ വേദിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നു ചേർന്ന ഒന്നാണ്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പകുതിയിലധികം വരുന്ന ജനസംഖ്യ സ്ത്രീകളുടേതാണ്. ആ രീതിയിൽ സ്ത്രീകൾക്ക് ഭാവി കേരളം എങ്ങനെ രൂപം കൊള്ളണം, അത് സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അത് ഉന്നയിക്കുന്നതിനൊരു ഫലപ്രദമായ വേദി ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അതാണ് നാം ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നേരത്തെ ബഹുമാന്യായ അധ്യക്ഷ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലകളിലും കേരളം മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മുന്നിട്ട് നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും പരിഗണനകളും തന്നെയാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക അവസ്ഥകൾ വളരെ മെച്ചപ്പെട്ടതാണ്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി മുന്നേറ്റങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുന്നതിനിടയാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം കേരള സംസ്ഥാനത്ത് ആദ്യം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് EMS നേതൃത്വമുള്ള ഗവൺമെൻറ് ആയിരുന്നല്ലോ. ആ കാലം മുതൽ കേരളത്തിലെ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകളെല്ലാം സ്ത്രീ സൗഹൃദ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഇത്തരമൊരവസ്ഥക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാന ഘടകം വിദ്യാഭ്യാസമാണ്. സ്ത്രീകളുടെ ശാക്തീകരണത്തിന്
ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞാൽ അതിലും തെറ്റുണ്ടാവില്ല. നമ്മുടെ കേരളം ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് നേടിയ സംസ്ഥാനമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് എത്രയോ കാലം മുൻപ് തന്നെ ലിംഗസമത്വം നമ്മുടെ നാടിന് കൈവരിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല എടുത്താൽ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയൊഴികെ മറ്റെല്ലാ മേഖലകളിലും പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അവിടെയുള്ള കോഴ്സുകളിൽ 64% പെൺകുട്ടികളാണ്. മെഡിക്കൽ അനുബന്ധ ശാസ്ത്രങ്ങളിൽ പ്രവേശനം നേടുന്നവർ 81% പെൺകുട്ടികളാണ്. പ്രൊഫഷണൽ യോഗ്യതയും ഉന്നത വിദ്യാഭ്യാസവുമൊക്കെ ലഭിച്ച ഒരു പട്ടിക എടുത്താൽ കേരളത്തിലെ സ്ത്രീകൾ മുന്നിലാണെന്ന് കാണാൻ കഴിയും. എന്നാൽ പഴയ കാലം നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഇതായിരുന്നില്ല മുൻകാലത്തെ സ്ഥിതി. കേരളത്തിലെ സ്ത്രീകളുടെ ഒരു കാലത്തെ അവസ്ഥ മറക്കുടക്കുള്ളിൽ ഉള്ള മഹാനരകത്തിൽ കഴിയുന്ന അവസ്ഥയായിരുന്നു. ആ നരകത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അവിടെ നിന്ന് തൊഴിലിടങ്ങളിലേക്കും അതിനൊക്കെ മുൻപ് പാടങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ പള്ളിക്കൂടങ്ങളിലേക്കും ഒക്കെ നയിച്ചതിന് പിന്നിൽ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ അവകാശമില്ലാതെ വീട്ടിനുള്ളിൽ പോലും ആരാലും ഗൗനിക്കപ്പെടാതെ അടിമസമാനമായി കഴിഞ്ഞിരുന്ന മലയാളി സ്ത്രീ ഇന്ന് ലോകത്തെമ്പാടും വ്യത്യസ്ത മേഖലകളിൽ നേതൃപരമായ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ജാതി ജന്മി മേധാവിത്വത്തിനെതിരെ നടന്ന നിരവധി പോരാട്ടങ്ങളുണ്ട്. മഹത്തായ സ്വാതന്ത്ര്യ സമരമുണ്ട്. ഇതിലെല്ലാം ധീരമായി പങ്കെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തവരും ആ ഗണത്തിലും സ്ത്രീകളുണ്ട്. നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയുടെയോ അവകാശ സമരങ്ങളുടെയോ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയോ കേവലം ഗുണഭോക്താക്കൾ മാത്രമായിരുന്നില്ല സ്ത്രീകൾ. അവർ ചെറുത്തുനിൽപ്പുകളുടെയും ചോദ്യം ചെയ്യലുകളുടെയും ആയുധം കയ്യിലേന്തി കണ്ണീരും ചോരയും നനഞ്ഞ കനൽ വഴികൾ താണ്ടിയവർ കൂടിയാണ്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് പുരുഷനും സ്ത്രീയും ഒന്നിച്ചാണ് ചാടിയിറങ്ങിയത്. അത്തരം സമരങ്ങളിലെ
പങ്കാളിത്തത്തിൻ്റെ ഫലമായി മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച സ്ത്രീകളുടെ വലിയൊരു നിര കേരളത്തിലുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാത്ത സ്ത്രീകളെയടക്കം സ്വാധീനിച്ച സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകൾ കേരള നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ ഏടുകളാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ശക്തമാകുന്നത്. വിദ്യാഭ്യാസത്തിനും തൊഴിലെടുക്കാനുള്ള അവകാശത്തിനും പൊതുസമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനും ശ്രമിച്ച സ്ത്രീകൾക്ക് തീവ്രമായ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എങ്കിലും അതിനെയെല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് സ്ത്രീകൾ കഴിവ് തെളിയിക്കുക തന്നെ ചെയ്തു. സവർണ അവർണ വ്യത്യാസമില്ലാതെ ജാത്യാചാരങ്ങളുടെ പേരിൽ നരകതുല്യ ജീവിതം നയിച്ചിരുന്ന കേരളത്തിലെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അവയെ തുടർന്ന് വന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുമാണ്. ചാന്നാർ ലഹള, കല്ലുമാല സമരം, ഘോഷ ബഹിഷ്കരണം, മറക്കുട ബഹിഷ്കരണം, ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിനിടയാക്കിയ വിവിധ നാഴികക്കല്ലുകൾ കാണാൻ നമുക്ക് സാധിക്കും. സമൂഹത്തിൻ്റെ ആകെ വിമോചനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് സ്ത്രീകളുടെ വിമോചനം എന്ന കാഴ്ചപ്പാട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനപ്പുറം നമ്മുടെ കേരളം ഉയർത്തിപ്പിടിച്ചിരുന്നു. കേരളത്തിൽ നടന്ന സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഫലമായി നമ്മുടെ സ്ത്രീകൾ ധാരാളമായി പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും സാന്നിധ്യം അറിയിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ 3 മലയാളി വനിതകളുണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ആനി മസ്കിൻ, ദാക്ഷായണി വേലായുധൻ. ആദ്യ ലോക്സഭയിലെ വനിതാ എം പിമാരിൽ ഒരാൾ മലയാളിയായ ആനി മസ്കിനായിരുന്നു. ആദ്യ കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ചത് സഖാവ് KR ഗൗരിയമ്മയായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടി നടപ്പാക്കപ്പെട്ട നാടാണിത്. ഈ നിലകളിലൊക്കെ സ്ത്രീ മുന്നേറ്റങ്ങളുടെയും ശാക്തീകരണത്തിൻ്റെയും സമൃദ്ധമായ ചരിത്രമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്ന് പറയാനാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങൾ അഴിച്ചു പണിതുകൊണ്ട് മാത്രമേ ലിംഗനീതിയിലധിഷ്ഠിതമായ സാമൂഹ്യക്രമം സൃഷ്ടിക്കുന്നതിനും അതുവഴി സ്ത്രീ പുരുഷ സമത്വം യാഥാർത്ഥ്യമാക്കുന്നതിനും സാധിക്കും. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ അധികാരമേറ്റ ആദ്യത്തെ EMS സർക്കാർ മുന്നോട്ട് വച്ച കാഴ്ചപ്പാട് പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനെ പറ്റിയായിരുന്നു. സമൂഹത്തിലെ പരമ്പരാഗത അധികാരഘടനയിൽ ഇടർച്ചയുണ്ടാക്കുന്നതിന് കാരണമായ
ഭൂപരിഷ്കരണം, മിനിമം കൂലി ഉറപ്പാക്കൽ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ ജനാധിപത്യവൽക്കരണം, ഇത്തരത്തിലുള്ള നിർണായക നടപടികൾ സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം മറ്റൊരു സംസ്ഥാനത്തും സൃഷ്ടിക്കപ്പെടാത്ത സാമൂഹ്യ മാറ്റത്തിന് കേരളത്തിൽ കളമൊരുക്കി. വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം എല്ലാവർക്കും ലഭിക്കും വിധം നീതിപൂർവമായ പുനർവിന്യാസം ഉറപ്പാക്കുക എന്ന സമീപനമാണ് കേരളം സ്വീകരിച്ചത്. ഇതിൻ്റെ ഫലമായി വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താവ് എന്ന നിലയിൽ രാജ്യത്തെ തങ്ങളുടെ സഹജീവികളിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിത ഗുണനിലവാരം എത്തിപ്പിടിക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചു. രാജലക്ഷ്മി, സരസ്വതിയമ്മ, ലളിതാംബിക അന്തർജനം, കമലാസുരയ്യ, ഫാത്തിമ ബീവി, നിലമ്പൂർ ഐഷ, ഇങ്ങനെ നിരവധി പേരെ കാണാൻ നമുക്ക് കഴിയും. സിനിമയും നാടകവും സംഗീതവും സ്ത്രീകളുടെ കൂടി ഇടമായി മാറി. സ്ത്രീകളെ വിശാലമായി സ്വാഗതം ചെയ്യുന്ന സമൂഹമായിരുന്നില്ല അന്നത്തെ കേരളം. എന്നാൽ തടസ്സങ്ങളെ മറികടന്ന സ്ത്രീ പ്രതിഭകൾ വരും തലമുറകൾക്ക് ഊർജമായി. 1987 നായനാർ സർക്കാർ നടപ്പിലാക്കിയ സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം അക്ഷരാഭ്യാസത്തിൻ്റെ പുതിയ അറിവുകളിലേക്ക് സ്ത്രീകളെ നയിക്കുക മാത്രമല്ല ചെയ്തു. സാക്ഷരതാ പ്രസ്ഥാനം എന്ന ബൃഹത്തായ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 10,000-കണക്കിന് സ്ത്രീകളെ മാറ്റുകയും ചെയ്തു. അത് 1996 നടപ്പാക്കിയ ജനകീയ ആസൂത്രണ പ്രക്രിയ അധികാര വികേന്ദ്രീകരണം സാധ്യമാക്കിയതിലൂടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രാദേശിക വികസനത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന അവസരമൊരുക്കി. 2010 കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം നടപ്പാക്കി. അങ്ങനെ ചെയ്ത ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതോടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്കുള്ള സ്ത്രീ പ്രവേശനത്തിൻ്റെ പുത്തൻ കുതിപ്പിന് സാഹചര്യമൊരുക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികളിൽ പകുതിയും സ്ത്രീകൾക്കായി സംവരണം ചെയ്ത ഏക സംസ്ഥാനമാണ് കേരളം. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ച് ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. 3 ലക്ഷത്തോളം അയൽക്കൂട്ടങ്ങളും 45,85,000 അംഗങ്ങളുമുള്ള കുടുംബശ്രീ ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി വളർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക ശാക്തീകരണത്തിനായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളിലൂടെ സ്വയം പര്യാപ്തമായ വലിയൊരു സ്ത്രീ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 4 നൂറ്റാണ്ട് പിന്നിട്ട കുടുംബശ്രീ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന വികസന ഏജൻസിയായി മാറിയിരിക്കുകയാണ്. നവകേരളം സ്ത്രീപക്ഷമായിരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ്
കഴിഞ്ഞ 7.5 വർഷക്കാലത്തിലേറെയായി സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. ആ കാഴ്ചപ്പാടോടെ സ്ത്രീ സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണത്തിലും മാതൃകാപരമായ നിരവധി ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിയത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ്. സ്ത്രീകൾക്കായുള്ള ജെൻഡർ ബജറ്റിംഗ് രാജ്യത്താദ്യമായി നടപ്പാക്കിയത് 1997 കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ്. 2008 സംസ്ഥാന സർക്കാർ ആദ്യമായി ജെൻഡർ ബജറ്റ് നടപ്പാക്കി. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും പഞ്ചായത്തുകൾ സ്ത്രീകൾക്കായി പ്രത്യേക വനിതാ ഘടക പദ്ധതി നടപ്പാക്കുന്നില്ല. പേരിനു മാത്രം ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റുകൾ പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ആകെ ബജറ്റിൻ്റെ 6% തുക വകയിരുത്തിയിട്ടില്ല. കേരളത്തിൽ ജെൻഡർ ബജറ്റ് ഈ വർഷത്തെ ആകെ ബജറ്റിൻ്റെ 21.5%. ഇത് ചരിത്രപരമാണ്. 2017-18 മുതൽ എല്ലാ വർഷവും സംസ്ഥാന ബജറ്റിനൊപ്പം വാർഷിക ജെൻഡർ ബജറ്റും അവതരിപ്പിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായ വർധനവാണ് സ്ത്രീകൾക്കായുള്ള പദ്ധതി വിഹിതത്തിൽ വരുത്തുന്നത്. ഇതിനൊക്കെ പുറമെ പോലീസ് സേനയിലേക്ക് സ്ത്രീകളുടെ പ്രത്യേക റിക്രൂട്ടിംഗ് യാഥാർത്ഥ്യമാക്കിയതും പ്രത്യേക സ്ത്രീ ബറ്റാലിയൻ രൂപീകരിച്ചതും സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരള വിമൻ പോർട്ടൽ ആരംഭിച്ചതുമൊക്കെ നമ്മുടെ ഓർമ്മയിലുള്ളതാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വനിതാ കോർപ്പറേഷൻ, വനിതാ വികസന കോർപ്പറേഷൻ, ജെൻഡർ പാർക്ക് ഇതെല്ലാം വഴി സ്ത്രീകളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിന് വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനായി പോലീസും ശക്തമായ ഇടപെടലുകളാണ് നടത്തി വരുന്നത്. നിർഭയ പദ്ധതിക്ക് പുറമെ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ അപരാജിത ഹെൽപ്പ് ലൈൻ, പോലീസ് സ്റ്റേഷനുകളിലെ വനിതാ ഹെൽപ്പ് ഡെസ്ക്, പിങ്ക് പ്രൊഡക്ഷൻ പ്രോജക്റ്റ്, സൈബർ പോലീസ് സ്റ്റേഷനുകൾ, വിമൻ സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് ഇവയെല്ലാം നിലവിലുണ്ട്. ഗാർഹിക പീഡന നിരോധനം, സ്ത്രീധന നിരോധനം തുടങ്ങിയ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലിസ്ഥലം ഉറപ്പാക്കുന്നതിലും കേരളം മാതൃകാപരമായി മുന്നേറിയിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പരിഹരിക്കുന്നതിനായി ഇവയെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ സംബന്ധിച്ച നമ്മുടെ സ്ത്രീകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ലിംഗസമത്വവും ലിംഗനീതിയും ഉറപ്പാക്കാൻ അത് അത്യന്താപേക്ഷിതമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിലുൾപ്പെടുന്ന കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അടുത്തിടെ നമ്മുടെ നാട്ടിലുണ്ടായ സംഭവങ്ങൾ പരിശോധിച്ചാൽ ആർക്കും ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഏത് മേഖലയിലും സ്ത്രീകൾക്ക് തല ഉയർത്തി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കും. തൊഴിലിടങ്ങളിലെ പീഡനങ്ങളിൽ
സമയബന്ധിതമായി നടപടിയെടുക്കണം എന്ന് തന്നെയാണ് കരുതുന്നത്. തൊഴിലിടങ്ങളിലും ഓഫീസുകളിലും നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങളെ സംബന്ധിച്ച സ്ത്രീകളുടെ പരാതികളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കും. നീതി വൈകിപ്പിച്ചുകൊണ്ട് നീതി നിഷേധിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയും സ്വീകരിക്കും. സാമ്പത്തികമായ സ്വാതന്ത്ര്യം കൈവരിച്ചാൽ മാത്രമേ സ്ത്രീകൾക്ക് സാമൂഹിക മുന്നേറ്റം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഏറെ ആവശ്യം തൊഴിൽ നേടുക എന്നത് തന്നെയാണ്. 20 ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നോളജ് എക്കോണമി മിഷൻ വഴി സ്ത്രീകൾക്കായി പ്രത്യേക തൊഴിൽ മേളകളും നൈപുണ്യ പരിശീലന ക്ലാസുകളും നടപ്പാക്കി വരുന്നുണ്ട്. നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്തേക്ക് കുടിയേറാനുള്ള മികച്ച അവസരങ്ങൾ നോർക്കയിലൂടെയും ഒഡേപെക്കിലൂടെയും ഒരുക്കുന്നുമുണ്ട്. വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം പോലെയുള്ള തൊഴിൽ സാധ്യതകൾ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായവയാണ്. അത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ട പിന്തുണ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. വർക്ക് നിയർ ഹോം സെൻ്ററുകൾക്ക് പുറമെ സംസ്ഥാനത്തെമ്പാടും 1 ലക്ഷത്തോളം വർക്ക് സീറ്റുകൾ തയ്യാറാക്കിയും ലോകത്താകെ മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിയുടെ സാധ്യതകളെ കേരളത്തിൽ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. നിശ്ചയമായും അവയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്ത്രീ സമൂഹം തന്നെയായിരിക്കും. സംരംഭക രംഗത്തേക്ക് സ്ത്രീകൾ കടന്നു വരുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഒരു വർഷം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ ആരംഭിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയിൽ ഒരു വർഷമായപ്പോൾ 1,39,000-ലധികം സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിലെ 43,000-ലധികം സംരംഭങ്ങൾ സ്ത്രീകളുടേതായിരുന്നു എന്നത് പ്രത്യേകം കാണേണ്ടതാണ്. അതായത് കേരളത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച സംരംഭകത്തിൽ 40% സ്ത്രീ സംരംഭകരുടേതാണ്. ആകെയുള്ള 8,000 കോടിയുടെ നിക്ഷേപത്തിൽ 1,500 കോടിയിലധികം രൂപയും വനിതാ സംരംഭകരുടേതായിരുന്നു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റാർട്ടപ്പ് നയം രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൽ തന്നെ വനിതാ സംരംഭകരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക പിന്തുണ നൽകുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രൊഡക്റ്റൈസേഷൻ ഗ്രാൻറ്റിന് 9 വനിതാ സംരംഭകരുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ അർഹമായി. 1 കോടിയിലേറെ രൂപയാണ് ഗ്രാൻറ്റായി അനുവദിച്ചത്. അതിനു പുറമെ സോഫ്റ്റ് ലോണായി ഇവർക്ക് 6% പലിശയിൽ 15 ലക്ഷം രൂപ വീതം ലഭ്യമാക്കുകയും ചെയ്യും. വിമൻ സ്റ്റാർട്ടപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിമൻ സ്റ്റാർട്ടപ്പ് സമ്മിറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. 500-ലേറെ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയിൽ 100-ലേറെ ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ശുചിത്വ മിഷൻ്റെയും ഗ്രീൻ ആർമിയുടെയും ചാലകശക്തിയാണ് സ്ത്രീകൾ. അവയിലെ പങ്കാളിത്തത്തെ വേസ്റ്റ് റീസൈക്ലിങ്ങുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരമായി വരെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഫിസിക്കൽ വേസ്റ്റിനെ മാത്രമല്ല സോഷ്യൽ വേസ്റ്റിനെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സമൂഹത്തെ ആകെ മലിനമാക്കുന്നതാണ് വർഗീയത. വിശ്വാസത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോൾ വിശ്വാസത്തെയും വർഗീയതയെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയണം. വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പലതിനെയും ആക്രമണോത്സുക വർഗീയതയുടെ ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളുമായി മാറ്റുന്നതിനെ ചെറുക്കാൻ കഴിയണം. കുഞ്ഞുങ്ങൾക്കും
ഇതിനൊക്കെ കഴിയുന്നു എന്ന് ഉറപ്പുവരുന്നതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ എല്ലാവർക്കും വലിയ പങ്കുണ്ട്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും വികസനത്തിൽ തുല്യ പങ്കാളികളാക്കുന്നതിനും വനിതാ ശിശു വികസന വകുപ്പ് ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തിവരുന്നു. നിരാലംബരും ഭവൻരഹിതരുമായ വിധവകൾക്കായുള്ള അഭയകിരണം, വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള സഹായഹസ്തം, പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന നിരാലംബരായ വിധവകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പടവുകൾ, സ്ത്രീകൾ നയിക്കുന്ന കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്ന അതിജീവിക, വിധവകളുടെ പുനർവിവാഹം പിന്തുണക്കുന്ന മംഗല്യ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജെൻഡർ അവബോധം സൃഷ്ടിക്കുന്ന കനൽ, ഇതെല്ലാം ആ കൂട്ടത്തിൽ പെടുന്നവയാണ്. വനിതാ വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ബിസിനസ് സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകൽ, വനിതാ മിത്ര വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ, ഷീപാഡ് പദ്ധതി, സ്ത്രീകളുടെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫിനിഷിംഗ് സ്കൂൾ പ്രോജക്റ്റ്, മിത്ര വനിതാ ഹെൽപ്പ് ലൈൻ തുടങ്ങിയവ നടത്തിവരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് ഒറ്റക്കെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്നതിനായി വൺ ഡേ ഹോം നിലവിലുണ്ട്. അലഞ്ഞു തിരിയുന്നവർക്കും നടപ്പാതയിൽ താമസിക്കുന്നവർക്കും താമസം, ഭക്ഷണം, ശൗചാലയങ്ങൾ എന്നീ സൗകര്യങ്ങൾ ഒരുക്കുന്ന എൻ്റെ കൂട് എന്ന പദ്ധതിയുമുണ്ട്. ലൈംഗിക പീഡനം, ലൈംഗികാതിക്രമം, ലൈംഗിക വൃത്തികൾക്ക് വേണ്ടിയുള്ള മനുഷ്യക്കടത്ത് തുടങ്ങിയവയ്ക്കെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്കായി നിർഭയ പോളിസി നിലവിലുണ്ട്. 2012 നിർഭയ നയം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി 2023 കേരളം പരിഷ്കരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് നിർഭയ സെല്ലിന് കീഴിൽ ലൈംഗികാതിക്രമ അതിജീവിതകളായ പെൺകുട്ടികളെ താമസിപ്പിക്കുന്നതിലേക്കായി വിവിധ ജില്ലകളിലായി 23 ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നു. പോക്സോ അതിജീവിതകൾക്കുള്ള കാവൽ പ്ലസ് എല്ലാ ജില്ലകളിലും വിവിധ NGOകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നു. ഇത്തരം അക്രമങ്ങൾക്കിരയായവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ആശ്വാസനിധി കുട്ടികളിൽ സ്വയം പ്രതിരോധ പരിശീലനത്തിലൂടെ ആത്മവിശ്വാസവും ധൈര്യവും പകരുന്ന ധീര എന്നീ പദ്ധതികളും നിലവിലുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങളും ക്രിയാത്മകമായ നയ ഇടപെടലുകളും ഉണ്ടായിരുന്നിട്ടും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും വികസനത്തിൻ്റെയും മേഖലയിൽ ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലത് ഇതിനകം സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ സമഗ്രമായ ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ എന്നിങ്ങനെ മുഖ്യമായും സ്ത്രീകൾ ജോലി ചെയ്യുന്ന തസ്തികകൾക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഇടപെടലുകളുടെ ഫലമായി തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ത്രീകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സ്വാതന്ത്ര്യം നൽകുന്നതിന് വലിയൊരളവിൽ കാരണമായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും തൊഴിൽ പങ്കാളിത്ത നിരക്കിലും തൊഴിൽ പങ്കാളിത്ത അനുപാതത്തിലും നിലനിൽക്കുന്ന ലിംഗ അസമത്വം പരിഹരിക്കേണ്ടതുണ്ട്. അതിന് കൂട്ടായ ഇടപെടലുകൾ ആവശ്യമാണ്. ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പുതുതലമുറ ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വേണ്ടത്ര വർദ്ധിച്ചിട്ടില്ല. പുതുതലമുറ ജോലികളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയവയാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ.
ഈ പോരായ്മകൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനമടക്കം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ട് അവരെ ഈ മേഖലയിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിനാണ് ആലോചിക്കുന്നത്. വീട്ടിനുള്ളിലുള്ളവരാണെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് വിവിധ തരം ജോലികളാണ് സ്ത്രീകൾ ചെയ്തു വരുന്നത്. ഇതൊന്നും വേണ്ടത്ര വിലയിരുത്തപ്പെടാതെ പോവുകയാണ് പതിവ്. അവർ ചെയ്യുന്ന ജോലികൾ കടമ എന്ന പേരിൽ നിസ്സാരവൽക്കരിക്കുന്ന പ്രവണതയും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശമ്പളമില്ലാത്ത ജോലി തിരിച്ചറിയുന്നതിനും ഗാർഹിക മേഖലകളിൽ അവർ ചെയ്യുന്ന അളക്കാനാകാത്ത ജോലികൾ മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനം രൂപപ്പെടുത്തേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ മൂലം തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തിയ കേരളത്തിൻ്റെ നടപടി രാജ്യത്തിനാകെ മാതൃകയായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ കടകളിലും സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് വസ്ത്രസ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകിയത്. കോളേജ്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനികളുടെ ആർത്തവ പ്രസവാവധി അനുവദിച്ചുകൊണ്ട് കേരളം രാജ്യത്തിന് മാതൃകയായി. രാജ്യത്താദ്യമായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വനിതാ ജീവനക്കാർക്ക് കൂടി മെറ്റേണിറ്റി ബെനിഫിറ്റ് നൽകിയും കേരളം മാതൃകയായി. നിയമപ്രകാരം അവർക്ക് 26 ആഴ്ചത്തെ പ്രസവാവധിക്ക് അർഹതയുണ്ട്. പ്രസവാവധിയുടെ കാലയളവിൽ മുഴുവൻ ശമ്പള ആനുകൂല്യങ്ങളും ചികിത്സാ ചെലവുകൾക്കായി 3500 രൂപ ഒറ്റത്തവണ ഗ്രാൻറ്റും ലഭിക്കും. പ്രസവം, മാരക രോഗബാധ എന്നിവയ്ക്ക് ശേഷം തിരികെ തൊഴിലിടങ്ങളിലേക്ക് മടങ്ങുന്ന സ്ത്രീകൾക്ക് തൊഴിലന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് സഹായകമായ കൈത്താങ്ങ് നടപടികൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളാണ് മറ്റൊരു വിഷയം. അവയ്ക്ക് എത്രയും വേഗം അറുതി വരുത്തേണ്ടതുണ്ട്. വേഗത്തിലുള്ള വിചാരണയിലൂടെ കേസിൻ്റെ തീർപ്പ് കൽപ്പിക്കൽ, അക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ കർശനമായ പ്രോട്ടോകോൾ സ്ഥാപിക്കൽ, തൊഴിലിടങ്ങളിലെ പീഡന പരാതികളിൽ സമയബന്ധിതമായ നടപടിയെടുക്കൽ, ഇതെല്ലാം വേണ്ടതുണ്ട്. അടുത്ത കാലം വരെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ മാത്രമാണ് ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ ഇനി മുതൽ തൊഴിൽ ശക്തിയിൽ പങ്കാളികളാകേണ്ടതിൻ്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. തൊഴിലിടങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാക്കേണ്ടതുണ്ട്. അതിനായി ജോലിസ്ഥലങ്ങളിൽ ലിംഗ ഓഡിറ്റിംഗ് നടത്തുകയും തുല്യവേതനം ഉറപ്പുവരുത്തുകയും ചെയ്യും. കരിയർ മുന്നേറ്റത്തിനുള്ള വഴികളുണ്ടോ എന്നതും തുല്യ അവസരങ്ങളുണ്ടോ എന്നതും പരിശോധിക്കും. കേരളത്തിലെ സ്ത്രീകളുടെ വികസനത്തിന് വേണ്ട ശക്തമായ അടിത്തറ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പങ്കാളിത്തം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇക്കാര്യത്തിൽ കേരളത്തിനുള്ളത് എന്നാണ് നാഷണൽ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ വ്യക്തമാക്കുന്നത്. അതായത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകൾ കേരളത്തിലുണ്ട്. അവരുടെ ശേഷി കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് വ്യവസായ, ഉൽപ്പാദന, തൊഴിൽ രംഗങ്ങളിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കഴിയണം. വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അടിത്തറയിൽ നവകേരളത്തിലേക്ക് നടത്തുന്ന വികസന കുതിപ്പിൽ തുല്യനീതിയും ലിംഗതുല്യതയും ഉറപ്പുവരുത്തണമെന്നാണ് കാണുന്നത്. ഇത്തരമൊരു ആധുനിക സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കേരളത്തിലെ സ്ത്രീകളെ കൊണ്ടുവരാൻ സഹായകരമാകുന്ന നിരവധി അനുകൂല ഘടകങ്ങൾ ഇന്ന് നമുക്കുണ്ട്. രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ വൈദഗ്ധ്യത്തിനും
മെച്ചപ്പെട്ട തൊഴിലിനും വേണ്ടിയുള്ള പെൺകുട്ടികളുടെ താൽപ്പര്യം, രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ ഉയർന്ന സ്ത്രീ പ്രാതിനിധ്യം, കുടുംബശ്രീയിലൂടെ ഉൾപ്പെടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തം, ഇത്തരം അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നവകേരളത്തിലേക്കുള്ള മുന്നേറ്റം നമുക്ക് സാധ്യമാക്കാനാകണം. സമത്വസുന്ദരമായ ഒരു നവകേരള സൃഷ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനുതകുന്ന മൂർത്തമായ നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു.